ഹലോ ഗായ്സ്, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ സംശയമാണത്. അമേരിക്കനെ കണ്ടുപിടിച്ചത് കൊളംബസ് ആണെങ്കിൽ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് കൊളംബസിൻ്റെ പേരിട്ടില്ല എന്നായിരുന്നു. ഇറ്റാലിയൻ ട്രാവലറായ കൊളംബസ് ഇന്ത്യയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനുവേണ്ടി തുടങ്ങിയ യാത്രയിൽ 1492 ഒക്ടോബർ 12 കാലത്ത് ഒരു ഐലൻഡിൽ എത്തിച്ചേർന്നു. ആ സ്ഥലത്തിന് സ്പെയിനിലെ രാജാവായ ഫെർഡിനൻഡിൻ്റെയും രാജ്ഞി ഇസബെല്ലയുടെയും പേരിൽ സാൻ സാൽവഡോർ എന്ന് പേരിട്ടു. ഈ ഐലൻഡ് അമേരിക്കയുടെ ഒരു ചെറിയ ഭാഗമായിരുന്നു. ഈ ഐലൻഡ് ഇപ്പോൾ വാറ്റ്ലിംഗ് ഐലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്ഥലത്തിന് ഇന്ത്യ ആണെന്ന് തെറ്റിദ്ധരിച്ച കൊളംബസ് അവിടുത്തെ ആൾക്കാരെ ഇന്ത്യൻസ് എന്ന് വിളിച്ചു. ഇപ്പോഴും അവിടുത്തെ മനുഷ്യരെ ഇന്ത്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടുന്ന് കൊളംബസിന് ജപ്പാനിലേക്ക് പോകണമായിരുന്നു. പക്ഷേ എത്തിപ്പെട്ടതോ ക്യൂബയിലും ഹിസ്പാനിയയിലുമായിരുന്നു. അബദ്ധം മനസ്സിലാക്കിയ കൊളംബസ് തൻ്റെ പരാജയത്തിൽ നിരാശനായി 1493 സ്പെയിനിലേക്ക് മടങ്ങി. 1493 സെപ്റ്റംബർ 24 തൻ്റെ രണ്ടാം യാത്ര തുടങ്ങി കൊളംബസ്. പ്യൂർട്ടോറിക്കോ, ജമൈക്ക തുടങ്ങിയ നിരവധി വെർജിൻ ഐലൻഡ്സിനെ യാത്രയിൽ കണ്ടെത്തി. പക്ഷേ വീണ്ടും ഇന്ത്യയെ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു. 1498 തൻ്റെ മൂന്നാമത്തെ യാത്രയിൽ അദ്ദേഹം സൗത്ത് അമേരിക്കയുടെ ഭാഗമായ ട്രിനിഡാഡ് കണ്ടെത്തുകയും അങ്ങനെ സൗത്ത് അമേരിക്കയെ സ്പർശിക്കുകയും ചെയ്തിരുന്നു. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് പറയാം. ആ കാലഘട്ടത്തിൽ സ്പാനിഷ് നാവികനായ അമേരിക്കോ വെസ്പുച്ചി 1497 ജൂൺ 16 ആദ്യമായി ഞാൻ സൗത്ത് അമേരിക്കയിലെ പ്രധാന ദേശത്തെ കണ്ടെത്തി എന്ന് അറിയിച്ചു. പക്ഷേ 1499 വരെ അമേരിക്കോ അങ്ങനെ ഒരു യാത്ര നടത്തിയിട്ടില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. 1499 ഫ്ലോറന്റൈൻ അമേരിക്കോ വെസ്പുച്ചിയും അലോസോ ഡെ ഒജയുടെയും ഓറിനോക്കോ കടൽ ഇടുക്ക് വരെ കപ്പൽ കയറി വെനിസുല കണ്ടെത്തി. 1501 മുതൽ 1502 വരെയായ കാലഘട്ടത്തിൽ വെസ്പുച്ചി പോർച്ചുഗീസ് ബാനറിൽ ഒരു കടൽ യാത്ര നടത്തി ബ്രസീലിൻ്റെ തീരം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഏഷ്യയുടെ ഭാഗമെന്ന് കൊളംബസ് കണക്കാക്കിയ ഭൂമിയുടെ ഒരു ഭാഗം ശരിക്കും പുതിയ ഒരു ലോകത്തിൻ്റെ ഒരു ഭൂഖണ്ഡമാണെന്ന് വെസ്പുച്ചിക്ക് വ്യക്തമായിരുന്നു. 1500 തുടക്കത്തിൽ വെസ്പുച്ചിയുടെ എഴുത്തുകളൊക്കെ നല്ല രീതിക്ക് പ്രചരിച്ചിരുന്നു. സൗത്ത് അമേരിക്കയെ കണ്ടെത്തിയ ആദ്യത്തെ യൂറോപ്യൻ എന്ന ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ജർമ്മൻ ജിയോഗ്രഫറായ വാൽസി മില്ലർ അമേരിക്കോ വെസ്പുച്ചിയോടുള്ള ബഹുമാനം കാരണം ബ്രസീലിൻ്റെ പ്രദേശത്ത് അമേരിക്ക എന്ന് പേരിടുകയും ചെയ്തു. ഈ പേര് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ലോകം മുഴുവനും ഈ പേര് ഉപയോഗിക്കാനും തുടങ്ങി. ഇപ്പോൾ മനസ്സിലായല്ലോ അമേരിക്കയ്ക്ക് എങ്ങനെയാണ് അമേരിക്ക എന്ന പേര് വന്നതെന്ന്. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.